ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലെ മയിലാടിപ്പാറ കാണാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങി പോകുന്നൊരു ഫീലിംഗാണ് കേട്ടോ. നമ്മൾ പ്രകൃതിയിലുള്ള ഓരോ ശബ്ദങ്ങൾ, കിളികളുടെ ശബ്ദങ്ങൾ, വെള്ളത്തിൻ്റെ ശബ്ദങ്ങൾ, അതൊക്കെ മാത്രമുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. കാരണം വയനാട് ഫുൾ അങ്ങനെയാണല്ലോ, ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വയനാട്ടിൽ വരണത്. അപ്പോൾ ഇവിടെ പോയിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരണത്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നേ. എൻ്റെ കാലിൽ മറ്റേ ബ്ലഡ് കുടിക്കുന്ന അട്ടയുണ്ടല്ലോ, ഞങ്ങളുടെ ഇവിടെ അതിന് കൊളയട്ടാന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അത് കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. എൻ്റെ കാലിൻ്റെ ഭാഗത്തായിരുന്നേ അത് കടിക്കുന്ന. നമുക്ക് വേദനയൊന്നും വരില്ല. ഞാനിങ്ങനെ ഷൂ മാറ്റിയപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. അങ്ങനെ കുറേ നേരം ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. ഞാൻ ആദ്യമായിട്ടാണ് എന്നെ അത് കടിക്കണത്. അങ്ങനെ കുറേ നേരം പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നീട് നടന്നു പോകുന്നത്. കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. അങ്ങനെ പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. അങ്ങനെ അതാ മുകളിലെത്താം. മയിലാടിപ്പാറയിലേക്ക് കയറി ചെല്ലുന്ന ഭാഗത്ത് 2-3 വീടുകളുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് വീടൊന്നും ഇല്ല കേട്ടോ. കാടിനുള്ളിലേക്ക് വീട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒത്തിരി കുരങ്ങന്മാരുണ്ട് കണ്ടോ. അങ്ങനെ ഞാൻ കുരങ്ങനെ കണ്ട സന്തോഷത്തിൽ കൈയും കൊണ്ട് ചെല്ലാണ് കേട്ടോ. എനിക്ക് കടി കിട്ടിയില്ലെന്നേ ഭാഗ്യം. കാരണം അതിൻ്റെ മുഖം കണ്ടു, എന്നതോ കടിക്കാനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ അതാ ഒത്തിരി കുരങ്ങന്മാരുണ്ടായിരുന്നു. നല്ല തണുപ്പല്ലേ. ഇത് നോക്ക്, വെള്ളമില്ല പക്ഷെ ശബ്ദം കേൾക്കണം. ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. അങ്ങനെ നടന്ന് ഇതാ മുകളിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇതൊരു ചെറിയ പാറയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മുകളിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ സൂപ്പറാണ്. എത്ര പറഞ്ഞാലും മതി വരില്ല, അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. നല്ല വ്യൂ ആണ്. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി ഇത്തിരി കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ മുകളിൽ പോയി കഴിഞ്ഞാൽ. അവിടെ തന്നെ കുറേ നേരം ഇരിപ്പുണ്ടായിരുന്നു ഞാൻ. കാരണം അവിടെ നിന്ന് വരാൻ തോന്നിയില്ല. അത്ര നല്ല തണുത്ത അന്തരീക്ഷമാണെന്നേ, നല്ല കാറ്റ്. അങ്ങനെ കുറേ നേരം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിന് ശേഷം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണിക്ക് മുമ്പ് ഇറങ്ങണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.